അസ്സലാമു അലൈക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഹറമിൽ ചെന്നുകൊണ്ട് ഹജ്ജും ഉംറയും ചെയ്യുക എന്നുള്ളത്. ഒരുപക്ഷെ ഒരു സത്യവിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ചെയ്യുന്ന ആ വലിയൊരു പുണ്യപ്രവർത്തനം, അതിലൂടെ കിട്ടുന്ന ആ ഒരു സംതൃപ്തിയും ആ ഒരു സന്തോഷവും മറ്റൊന്നിലും ലഭിക്കുകയില്ല. അതിനാൽ തന്നെ ഓരോ ആളുകളും കൊതിക്കുകയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഹറമിൽ ചെന്നുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ. നമുക്കറിയാം, ഇതൊരു ഹജ്ജിൻ്റെ വേളയാണ്. ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് പരിശുദ്ധ ഹറമിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസമാണ് സമൂഹമാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിലുമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട, വലിയ രീതിയിൽ വൈറലായി മാറിയ ഒരു മനുഷ്യൻ്റെ അസാധാരണമായ ഒരു ഹജ്ജ് യാത്രയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു വച്ചത്. ആ കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ തന്നെ മറ്റൊരു വാർത്ത കൂടി കേൾക്കാനിടയായി. ഇത് സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് എന്നുണ്ടെങ്കിൽ, ഞാനീ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം വളരെയധികം വേദനാജനകമായ ഒരു വാർത്തയാണ്. അവിടെ ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം പരിശുദ്ധ ഹറമിലേക്ക് ചെല്ലുമ്പോൾ, ഇവിടെ പരിശുദ്ധ ഹറമിലേക്ക് പോകാനായി, ഹജ്ജ് ചെയ്യാനായി എല്ലാ തയ്യാറെടുപ്പുകളുമായി എല്ലാം റെഡിയായിരുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോവുകയാണ്. അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ്. ഒരു നരാധമൻ അതിക്രൂരമായി കൊണ്ട് ആ മനുഷ്യനെ കൊലപ്പെടുത്തുകയാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് മെയ് മാസം 28-ാം തീയതിയാണ് അദ്ദേഹം പരിശുദ്ധ ഹറമിലേക്ക് ഹജ്ജ് ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായി അദ്ദേഹം ഒരുങ്ങിയിരുന്നത്. ഈ ഒരു സംഭവം നടന്നിട്ട് ഏകദേശം ഒരാഴ്ചയോളമാകുന്നു. എൻ്റെ ഓർമ്മ ശരിയാണ് എന്നുണ്ടെങ്കിൽ മെയ് മാസം, അതായത് ഈ മാസം തന്നെ 22-ാം തീയതിയാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. പക്ഷേ ഈ ഒരു പരിശുദ്ധ ഹജ്ജ് വേളയിൽ അത്തരം കാര്യങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യനെക്കുറിച്ചും പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം ഹജ്ജിന് പോകാൻ ഒറ്റയ്ക്കായിരുന്നില്ല തയ്യാറെടുത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി, പ്രിയതമയായ തൻ്റെ ഭാര്യയുമൊത്തായിരുന്നു അദ്ദേഹം 28-ാം തീയതി പരിശുദ്ധ ഹറമിലേക്ക് ഹജ്ജ് ചെയ്യാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളുമായിരുന്നത്. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു നരാധമൻ ആ പാവം മനുഷ്യൻ്റെ ജീവനെടുത്തത്. തിരുവനന്തപുരത്ത് മംഗലാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു സംഭവം നടന്നത്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് റാഷിദ് എന്ന് പറയുന്ന ഒരുവൻ, അവന് 31 വയസ്സാണ് പ്രായം. അവൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആ വീട്ടിലേക്ക് കടന്നു വന്നതിന് ശേഷം അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ മകളെ കെട്ടിച്ചു തരാൻ ആവശ്യപ്പെടുകയാണ്. പക്ഷെ അതിന് ആ പിതാവ് തയ്യാറായില്ല. അത്തരത്തിൽ ഇവർ തമ്മിലുണ്ടായ വാക്ക് തർക്കത്തിനെ തുടർന്നാണ് ഇവൻ കത്തിയെടുത്തുകൊണ്ട് അതിക്രൂരമായി കൊണ്ട് ആ പാവം മനുഷ്യനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. 67 വയസ്സുള്ള റാഷിദ് താഹ എന്ന് പറയുന്ന ആ പാവം മനുഷ്യന്റെ വയറ്റിൽ നിരവധി തവണയാണ് ആ നരാധമൻ കുത്തിക്കൊണ്ടേയിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആ മനുഷ്യന്റെ കുടൽമാല പോലും പുറത്തു വന്നുവെന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾക്കപ്പോൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ, എത്രത്തോളം അതിക്രൂരമായിട്ടായിരിക്കും ആ നരാധമൻ ആ പാവം മനുഷ്യനെ കൊലപ്പെടുത്തിയത്. അതും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മകളുടെയും മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ നരാധമൻ ഒരിറ്റു മനുഷ്യത്വം പോലും ഇല്ലാതെ ആ പാവപ്പെട്ട മനുഷ്യനെ, ഹജ്ജിന് പോകാൻ തയ്യാറായിരുന്ന, ഒരുപാട് സ്വപ്നം കണ്ടിരുന്ന, പ്രതീക്ഷിച്ചിരുന്ന ആ മനുഷ്യന്റെ ജീവൻ ഈ നരാധമൻ എടുത്തു കളഞ്ഞത്. ആദ്യം വയറിൽ കുത്തേറ്റ് താഹ വീടിന്റെ 2ാമത്തെ നിലയിലേക്ക് ഓടിക്കയറിയെങ്കിലും ഈ നരാധമൻ പിന്നാലെ എത്തി വീണ്ടും അദ്ദേഹത്തെ കുത്തുകയായിരുന്നു. താഹയുടെ വയറ്റിൽ 4 കുത്തേറ്റു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ കുടൽമാല പോലും പുറത്തു ചാടിയെന്നാണ് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത്. പിന്നീട് അദ്ദേഹത്തെ അവിടെയുള്ള ആളുകൾ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രാത്രി 1 മണിയോടുകൂടി അദ്ദേഹം മരണപ്പെടുകയാണ്. പിന്നീട് ആക്രമണം നടത്തിയതിനു ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച റാഷിദ് എന്ന് പറയുന്ന നരാധമനെ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് പിടികൂടി. ഈ നരാധമൻ പോലീസിനോട് നൽകിയ മൊഴി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ വിസമ്മതിച്ചു എന്നുള്ള കാരണം, ആ ഒരു കാരണം കൊണ്ടായിരുന്നു ഈ നരാധമൻ ആ പാവപ്പെട്ട മനുഷ്യനെ കൊലപ്പെടുത്തി കളഞ്ഞത്. നോക്കെത്രത്തോളം അപകടം പിടിച്ച ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത് എന്ന് നാം എല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണ്. ആ കൊലപ്പെടുത്തിയ നരാധമന്റെ ചിത്രം, അതിൽ അവൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഒരു സൈക്കോ ബാധിച്ചവനെ പോലെ, ഒരു മാനസിക നില തെറ്റിയവനെ പോലെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോക്ക്, നമ്മുടെ നാട്ടിൽ ആർക്കും ആരെയും കൊലപ്പെടുത്താമെന്നായി. എന്ത് സുരക്ഷയാണ് ഇവിടെയുള്ള ജനങ്ങൾക്കുള്ളത്? ഒരു സുരക്ഷയുമില്ല. സുരക്ഷ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ അതിക്രൂരമായി കൊണ്ട് വളരെയധികം മൃഗീയമായ രീതിയിൽ കൊല ചെയ്യുന്ന ഇത്തരം പ്രതികൾ ജയിലിലേക്ക് പോകുമ്പോൾ അവിടെ കിട്ടുന്നതാകട്ടെ എല്ലാവിധ സംവിധാനങ്ങളും എല്ലാവിധ സജ്ജീകരണങ്ങളുമാണ്.
ആ ജയിലിനുള്ളിൽ വെച്ച് തിന്നു കൊഴുത്ത് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും ജയിലിൽ നിന്നും പുറത്തേക്ക് വരുന്നു. വീണ്ടും അടുത്തൊരു കൊലപാതകം. ഇതാണ് നമ്മുടെ നാട്ടിൽ സ്ഥിരമായി കണ്ടുവരുന്നൊരു പ്രവണത. നമ്മുടെ നാട്ടിലെ നിയമങ്ങളെയൊന്നും ഇത്തരം നരാധമന്മാർ ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ചെയ്യാൻ ഇത്തരം ആളുകളെ പ്രേരിപ്പിക്കുന്നത്. നോക്കു, മരണപ്പെട്ടു പോയ താഹ എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം തൻ്റെ സ്വന്തം ജീവൻ കൊടുത്താണ് അദ്ദേഹം തൻ്റെ മകളെ രക്ഷിച്ചത്. ഒരു ക്രിമിനലിൽ നിന്നും തൻ്റെ മകളെ സംരക്ഷിക്കാൻ സ്വന്തം ജീവൻ അദ്ദേഹത്തിന് ത്യജിക്കേണ്ടി വന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എങ്ങാനും ഇദ്ദേഹം തൻ്റെ മകളെ കെട്ടിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ആ സഹോദരിയുടെ ജീവിതം എന്താകുമായിരുന്നു? ഇവനെങ്ങാനും വിവാഹം ചെയ്തു കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ കുടുംബം മുഴുവനും ഇല്ലാതായി പോയേനെ. ഇദ്ദേഹത്തിനെ കൊലപ്പെടുത്തുന്ന ആ ഒരു സമയത്ത് അവിടെയുണ്ടായിരുന്ന ആ ഒരു ദാരുണമായ ആ ഒരു സംഭവത്തെക്കുറിച്ചൊരു സഹോദരി വിവരിക്കുന്നുണ്ട്. എൻ്റെ വാപ്പയും ഉമ്മയും ഹജ്ജിന് പോകാനിരുന്നവരാണ്. അങ്ങനെ ആഗ്രഹിച്ചിരുന്നവരെയാണ് ഒരുവൻ വന്ന് വീടിനുള്ളിലേക്ക് കയറിക്കൊണ്ട് അതിക്രൂരമായി കൊലപ്പെടുത്തിയതെന്നൊക്കെ ആ സഹോദരി പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും അതിൽ സംസാരിക്കുന്നത് താഹ എന്ന് പറയുന്ന ആ സഹോദരൻ്റെ മകളാണ്. പക്ഷെ അത് ഈ പറയപ്പെടുന്ന, അതായത് ഈ നരാധമൻ വിവാഹം കഴിപ്പിച്ചു തരണമെന്ന് പറയുന്ന ആ സഹോദരിയാണോ എന്നറിയില്ല. വളരെയധികം വിഷമത്തോടുകൂടിയും പ്രയാസത്തോടുകൂടിയുമാണ് തൻ്റെ കൺമുന്നിൽ തൻ്റെ പിതാവിന് സംഭവിച്ച, തൻ്റെ വാപ്പയ്ക്ക് സംഭവിച്ച ആ ദാരുണമായ സംഭവത്തെക്കുറിച്ച് അവർ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ആ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. വാപ്പായെ ഇത്രയും കുത്തിയിട്ട് ഇവ അവിടെ പോയി ഇരിക്കുകയാണ് സോഫയില്. ഉമ്മയുടെ വിളി കേട്ടോണ്ട് നെയ്ബേഴ്സ് ഓടി വന്ന് അവരകത്ത് കയറുമ്പോഴും ആ ആന്റി എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ വിശാലായിട്ട് ഇരുന്നിട്ട് പറയാണ്, ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്, ഇനി രണ്ടുപേരെ കൂടെ കൊല്ലുമെന്ന് എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ കാമായിട്ട് ഇറങ്ങി പോവുമായിരുന്നു. 8 കുത്തവും കണ്ട സെയിം സ്ഥലത്ത് അവൻ കുത്തിയിരിക്കണ. ഫുൾ സിസ്റ്റം ഓപ്പൺ ആയിട്ട് ഡോക്ടേഴ്സ് എവിടെ എടുത്ത് വെക്കണം എന്ന് അറിയാത്ത രീതിയിലായിരുന്നു അന്ന്. എന്റെ വാപ്പായും ഹജ്ജിന് പോയിരുന്നതാണ്. ഞങ്ങൾ അവരെ കാണാൻ വന്നിരിക്കുവായിരുന്നു. ഉമ്മയെ ഇവ കുത്താൻ പോയി. ഉമ്മയെ കുത്താൻ പോയ സമയത്ത് വാപ്പ കൈകൊണ്ട് ആദ്യം വാപ്പായെ ഇവൻ പിടിച്ചിട്ട് ഉമ്മ മാറാൻ അങ്ങോട്ട് പിടിക്കാൻ പറയുന്ന സമയത്ത് ഉമ്മയെ തിരിഞ്ഞ് ഇവൻ കുത്താൻ പോയി. അപ്പൊ വാപ്പ ഈ കൈകൊണ്ട് ഉമ്മയെ അങ്ങോട്ട് തള്ളി. അതുകൊണ്ട് വീണ്ടും ഇവൻ തിരിഞ്ഞ് വാപ്പായെ തന്നെ പിടിച്ച് ഒരുപാട് കുത്തിയെന്ന്. അതായത് 7-8 കുത്ത് അറ്റ് എ ടൈമിൽ ഇന്ന് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇവൻ വന്നിട്ട് എന്തെങ്കിലും സംസാരിക്കുകയോ ആ സംസാരത്തിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയോ അല്ല ചെയ്തേക്കുന്നത്. ഡയറക്ട്ലി ഇവൻ ഇതിനു വേണ്ടി കെയർ ചെയ്താണ്. നോക്കൂ, ഈ സഹോദരിയുടെ വാക്കുകളിൽ നിന്നും അവിടെ നടന്നത് എത്രത്തോളം ദാരുണമായ സംഭവമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധമാക്കപ്പെട്ട ഹറമിൽ ചെന്നുകൊണ്ട് ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ.